അപ്പോൾ ഇന്ന് റെഡി ആയിട്ട് പോകാൻ പോണത് തിരുവിഴാംകുന്ന് പൂരത്തിനാണ്. തിരുവിഴാംകുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മയുടെ നാട്, അതായത് എൻ്റെ അമ്മയുടെയൊക്കെ നാട്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ശിങ്കാരിമേളക്കാരിതാ ജസ്റ്റ് കൊട്ടാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വകയായിരുന്നു പ്രസ്തുത വേലയിലെ ശിങ്കാരിമേളം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ സപ്പോർട്ടുമായിരുന്നു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ശിങ്കാരിമേളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി അതെല്ലാം തൊട്ട് പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൂരത്തിന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കടകളിലൊന്നും കയറാണ്ട് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് കൂടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. അമ്മ ജനിക്കും വളരുമൊക്കെ ചെയ്ത വീട്. പണ്ട് 2 മാസം വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ മിക്ക സമ്മർ വെക്കേഷനും ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പോഴും പത്തായപ്പരിയും അതുപോലെ തന്നെ പണ്ടത്തെ നീണ്ട വരാന്തിയും മരത്തിൻ്റെ കോണിയും താഴിയാരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ കുറുമ്പൻ വിഹാനു. അത് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം വന്നു. ഭക്ഷണത്തിൻ്റെ കാര്യം ഒന്നും പറയണ്ട, വേഗം ഭക്ഷണം കഴിക്കുക, അപ്പോഴേക്കും അവിടുന്ന് വേല പുറപ്പെടുമെന്ന് പറഞ്ഞ് ചീത്തയായിരിക്കും. അങ്ങനെ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് ഓടിയതേ വേല കാണാൻ പോയി. തെറയുണ്ടായിരുന്നു, തമ്പോലി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ശിങ്കാരിമേളം. ഒരു രക്ഷ ഉണ്ടായിരുന്നു, നല്ല പവർഫുൾ ശിങ്കാരിമേളമായിരുന്നു. പിന്നെ ആനയും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഒന്നും നോക്കിയില്ല, സാരി മടക്കി കുത്തി ഞങ്ങൾ ശിങ്കാരിമേളക്കാരുടെ കൂടെ ആയിരുന്നു കേട്ടോ. അവർ ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് സ്റ്റെപ്പിട്ട് തരും, ഞങ്ങൾ അതുപോലെ കളിക്കും. അല്ലാത്ത സമയത്ത് ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് സ്റ്റെപ്പിട്ട് ചാടിക്കളി. ഓരോ പ്രാവശ്യം മുന്നേ എടുത്ത് ഇതെല്ലാം സെറ്റാക്കുന്ന സച്ചിനേട്ടന, അതായത് വേലയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ മഴവിലൊക്കെ ഉണ്ടായി. അങ്ങനെ വീട് തൊട്ട് അമ്പലം വരെ ശിങ്കാരിമേളക്കാരുടെ കൂടെ ഫുൾ പവറായിട്ട് ഞങ്ങൾ ഇന്ന് ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു പിടിച്ചു. അമ്പലത്തിട്ട് കലാശക്കൊട്ട് കൊട്ടണം കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തേക്ക് പോയി തൊഴുത് അവിടെ നിന്ന് ബൈ പറഞ്ഞിറങ്ങി. അപ്പം ശരി, ടാറ്റാ.